നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് GCDയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൊജക്റ്റുകളെ പറ്റി സംസാരിക്കാനാണ്. ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കമ്പനിയുടെ ഫൗണ്ടറായ ജയകുമാർ സാറാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. GCD ടോക്കണിന്റെ 10 പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ പ്രൊജക്റ്റാണ് GCD മാർട്ട്. GCD മാർട്ടിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ ഏറ്റവും നല്ല സാധനങ്ങളും മാത്രം വിൽക്കുന്ന ഒരു ഓൺലൈൻ ഷോപ്പായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾക്കറിയാം, ഇന്ന് ഓൺലൈനിൽ വാങ്ങിക്കുന്ന പല സാധനങ്ങളും നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിക്കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്കറിയാൻ പറ്റുന്നത് അതെന്തുമാത്രം മോശമായിട്ടുള്ള ഉൽപ്പന്നമാണെന്നുള്ളത്. എനിക്ക് തന്നെ അനുഭവമുള്ള കാര്യമാണ്. 2-3 കൂട്ടം സാധനം ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം അത് റീഫണ്ടും ഇല്ല. അതെൻ്റെ നഷ്ടം തന്നെയാണത്. ഇന്ന് ഏറ്റവും കൂടുതൽ ബില്യൺ കണക്കിന് ടേണോവറുള്ള കമ്പനികളാണ് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അതെല്ലാം തന്നെ വ്യക്തികളുടെ പോക്കറ്റിലേക്കാണ് ആ പൈസ എല്ലാം പോകുന്നത്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. 2 പ്രധാനപ്പെട്ട ഓൺലൈൻ ഷോപ്പാണ് ഇവിടുന്ന് കോടിക്കണക്കിന് അല്ലെങ്കിൽ ബില്യൺ കണക്കിന് പൈസ വാരിക്കൊണ്ട് പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്ത രീതിയിലാണ് GCD മാർട്ട് പ്രവർത്തിക്കുന്നത്. അതായത് GCD മാർട്ടില് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ അത് ഞങ്ങൾ തന്നെ അത് പരിശോധിച്ച് അത് ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ സൈറ്റിലേക്ക് ആഡ് ചെയ്യുള്ളൂ. അപ്പൊ മൾട്ടി വെണ്ടർ ആയിട്ടുള്ള ഇ-കൊമേഴ്സ് സൈറ്റിലേക്ക് ഏതൊരു ഉൽപ്പന്നവും നമുക്കിതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ആ കമ്പനിക്കാർക്ക് വളരെയധികം വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തില് ഓരോ കസ്റ്റമറും GCD ടോക്കണിന്റെ മെമ്പർ ആണെങ്കിൽ ഈ GCD മാർട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ 20 ടോക്കൺ എടുത്ത ആൾക്കാരിലേക്കും കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇത് ജനകീയമാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ എത്തിക്കുകയും അതിനോടൊപ്പം തന്നെ അതിന്റെ വരുമാനം ഇവിടുത്തെ സാധാരണ ജനങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ടോക്കൺ എടുത്ത നമ്മുടെ ഈ മെമ്പേഴ്സിനും കിട്ടുന്നതായിരിക്കും. പിന്നെ കൂടാണ്ട് തന്നെ നമ്മുടെ ലാഭത്തിന്റെ ഒരു വിഹിതം നമ്മൾ ചാരിറ്റി പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതും ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലാണ് GCD ടോക്കണിന്റെ പ്രവർത്തനം. അതൊന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ GCD ടോക്കണിലെ ടോക്കൺ കൈവശം വെച്ചിരിക്കുന്നവർ GCD ടോക്കൺ വഴിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർജിന്റെ ഒരു വിഹിതം ഈ GCD ടോക്കൺ എടുത്ത ആൾക്കാരിലേക്ക് കൊടുക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രൊഡക്റ്റ് GCD ടോക്കണിലേക്ക് ആഡ് ചെയ്യാൻ അതായത് GCDയുടെ സൈറ്റിലേക്ക് ആഡ് ചെയ്യാൻ സഹായിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്കും അതിന്റെ ഒരു വിഹിതം കിട്ടുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, കമ്പനിക്കാരൻ എങ്ങനെയാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത്. കമ്പനിക്കാരന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മറ്റ് ഓൺലൈൻ ഷോപ്പിക്കൊന്നും ടോക്കൺസോ കോയിൻസോ ഇല്ല. നമ്മുടെ GCDക്ക് ടോക്കൺസ് ഉണ്ട്. ആ ടോക്കൺ ഉള്ളതിന്റെ പേരിൽ ഉൽപാദകൻ GCD ടോക്കൺ വാങ്ങി സൂക്ഷിച്ചു വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ അല്ലെ 5 ലക്ഷം രൂപയുടെ എന്തോ ആയിക്കോട്ടെ, 1 ലക്ഷം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 1 ലക്ഷം രൂപയുടെ ഒരു ഉൽപ്പന്നം കൊടുക്കുന്നു, അദ്ദേഹത്തിന്റെ ഫണ്ട് GCD ആയിട്ട് വാങ്ങിക്കുന്നു, അത് അവരുടെ വാലറ്റിൽ വന്ന് കിടക്കുകയും ആ വാലറ്റിൽ നിന്ന് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസമോ അല്ലെ ഒരു മാസമോ ആയിക്കോട്ടെ അതിന്റെ 1 രൂപ അല്ലെങ്കിൽ $1 വില വർദ്ധിച്ചാൽ ആ മൂല്യം അത് ഇരട്ടിയായിട്ട് മാറും. അപ്പൊ ഇത്തരം സാഹചര്യത്തില് ഉൽപാദകന് വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ഓൺലൈൻ ഷോപ്പിലേക്കാളും കൂടുതൽ നമ്മുടെ ഈ GCD മാർട്ടിലേക്ക് അവരെ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവർ ലിസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. അത് ലിസ്റ്റ് ചെയ്യാൻ തയ്യാറാണതിന്റെ പ്രധാന കാരണം അവർ വിൽക്കുന്ന സാധനം അതിന്റെ എമൗണ്ട് വാങ്ങിക്കുന്ന സമയത്ത് GCD വാങ്ങിക്കുമ്പോൾ അതിന്റെ മൂല്യം വർദ്ധിച്ച് അത് ഇരട്ടി തുകയായിട്ട് മാറുകയോ അല്ലെങ്കിൽ അത് 10 മടങ്ങാകുകയോ മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്തൊരു 10 വർഷത്തിന് ശേഷം നമുക്കറിയാൻ പറ്റും, GCD ടോക്കൺ വാങ്ങിക്കണമെങ്കിൽ ഇന്ന് ഒരു ടോക്കൺ $1 വില. അടുത്തൊരു 10 വർഷത്തിന് ശേഷം പറയുകയാണെങ്കിൽ എൻ്റെ മിനിമം ഗ്യാരണ്ടി $10,000 മുകളിൽ പോകും. അപ്പം GCD ടോക്കൺ എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഒരു യൂട്ടിലിറ്റി ടോക്കണാണ്, എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നിങ്ങൾക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും GCD ടോക്കൺ കൊടുക്കാനും മേടിക്കാനും പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ എത്തുന്നതോടെ അത് വലിയ ഒരു മൂല്യം വർദ്ധിക്കുകയും ഈ ബിസിനസ് വളരെ നല്ല ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ നിന്ന്
കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്ത് കോടാനുകോടി രൂപയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അത് ഇവിടെ തന്നെ സർക്കുലേഷൻ ചെയ്ത് ഇവിടുത്തെ സാധാരണ ജനങ്ങളിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം ഇന്ന് നമ്മൾ എത്രത്തോളം ഓരോ വീട്ടുകാരും എത്രയായാലും രൂപയുടെ സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ ജനങ്ങൾക്ക് കടകളിൽ പോയിട്ട് സാധനം മേടിച്ച് നിന്ന് സമയം കളയാൻ നേരമില്ല. ഇനി അങ്ങോട്ടുള്ള വരും നാളുകളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എല്ലാവരും വീട്ടിലിരുന്ന് അവനവൻ ആവശ്യമുള്ള ഇഷ്ടമുള്ള സാധനം നമ്മുടെ വീട്ടുപടിക്കലെത്തും. ഇതാണ് ഇനി വരാൻ പോകുന്ന ബിസിനസ് ഓൺലൈൻ. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് GCD ടോക്കന്റെ ഒരു പ്രൊജക്റ്റ് ഓൺലൈനായിട്ട് മാറ്റിയത്. അപ്പൊ ഇത്തരത്തില് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിരിക്കും GCD മാർട്ട്. നിങ്ങൾക്ക് കണ്ണുടച്ച് GCD മാർട്ടിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങിക്കാൻ പറ്റും. അതിന്റെ കാരണം ഞങ്ങൾ തന്നെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ മറ്റു ഓൺലൈൻ ഷോപ്പിൽ എങ്ങനെയാണ്, നമ്മളൊരു കമ്പനിയുടെ പേരും കൊടുത്തതിന് ശേഷം അവരുടെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് അവരുടെ ഒരു പേയ്മെന്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ ആ സൈറ്റിൽ വിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് വളരെ മോശപ്പെട്ട സാധനങ്ങളെല്ലാം പലപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ അതിനെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ സൈറ്റ് വഴി ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുക. അതുപോലെ തന്നെ 20 ടോക്കൺ 1700 രൂപ മുടക്കി ഇപ്പോൾ ഇതിനകത്ത് ഒരു അംഗമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിന്റെ ലാഭവിഹിതം കിട്ടും. തന്നെയുമല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ കിട്ടും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഏതൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാത്ത ഒരു വീട്ടുകാരും കാണത്തില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ എനിക്ക് തോന്നുന്നതാണ്. കാരണം ആൾക്കാർ സമയം ലാഭിക്കാനും ആ ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങൾ വരും. നമുക്ക് അവിടെ പോയി വാങ്ങിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഭയങ്കരമായിട്ട് നമ്മുടെ ആ വാങ്ങിക്കുന്ന സാധനത്തെക്കാളും കൂടുതൽ പൈസ ഈ യാത്രാക്കൂലിയും മറ്റുള്ള ചെലവിനേക്കും പോകും. അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ ഷോപ്പിക്ക് നല്ല ഡിമാൻഡ് വരുമെന്ന് ഞാൻ പറയുകയും ചെയ്യുന്നത്. അപ്പൊ GCD മാർട്ട് ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം തിരിച്ച് ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സൈറ്റാണ് ഞങ്ങൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ GCD മാർട്ടാണ്.